11. ചാപ്റ്റർ 7 നമ്മൾ വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിരുന്നു. തുടക്കം അത് തന്നെയാണ് ഇതിൻ്റെയും ഒരു സ്ട്രക്ചർ. എന്തായിരുന്നു പറഞ്ഞത്? ഒന്ന്, നമുക്കുണ്ടാകുന്ന സംരക്ഷണത്തെക്കുറിച്ചും, രണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും. നമുക്കിനി ഒന്ന് വായിച്ചു തുടങ്ങാം. രണ്ട് പോലുള്ള ഒരു മുഴക്കോൾ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു: നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിന്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി ഭരിക്കും. ചാക്കൊടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുത്തു. ആദ്യം അവിടെ എന്താണ്? ഒരു മെഷറിംഗ് റോഡിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അളക്കാൻ പറയാണ്, എല്ലാം അളക്കാൻ പറയുന്നുണ്ട്. ഇതേപോലെ ഒരു കാര്യം നമുക്ക് എസെക്കിയേലിൽ കാണാൻ സാധിക്കും. എസെക്കിയേൽ 40:3 മുതൽ 43:5 വരെ. അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് പോലും ഉണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവ ആലയം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ആദ്യമേ തന്നെ യഹൂദ സംസ്കാരത്തിലും നമ്മുടെ സംസ്കാരത്തിലും ദൈവത്തിൻ്റെ വാസസ്ഥലം, അതാണ് ദൈവ ആലയം എന്ന് പറയുന്നത്. അത് ദൈവത്തിന് വസിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യർക്ക് ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് ഏത്? ദൈവ ആലയം. അപ്പം ഈ ഉൽപ്പത്തിയിൽ എങ്ങനെയാണ് ദൈവം പ്ലാൻ ചെയ്തത്? ശരി, നമ്മൾ പറഞ്ഞ പഴയ കാര്യങ്ങളിലേക്ക് തന്നെ വന്നാൽ മതി. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ല, ലോകത്തെ സൃഷ്ടിച്ചത്, ലോകത്തെ മൊത്തം എർത്തിനെ സൃഷ്ടിച്ചത് നമ്മൾ പറഞ്ഞില്ലേ, ഇത് തന്നെ ഒരു ടെമ്പിളാണ്. ഇത് ഈ ലോകം ശരിക്കും ദൈവം ഉദ്ദേശിച്ചത് ഒരു ടെമ്പിളായിട്ടാണ്. അതായത് അവിടുത്തെ സൗന്ദര്യത്തിൻ്റെയും അവിടുത്തെ കാരുണ്യത്തിൻ്റെയും ഒരു എക്സ്റ്റൻഷനായിരുന്നു. അതായത് നമ്മൾ ചില കാര്യങ്ങൾ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല, അതേപോലെ ഒരു എക്സ്റ്റൻഷനാണ് ദൈവം പ്ലാൻ ചെയ്തത്. പക്ഷെ ആ പ്ലാൻ മുഴുവൻ തകിടം മറിച്ചത് പാപമാണ്. അത് കഴിഞ്ഞ് ഇസ്രായേലായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു. ഇസ്രായേലായിട്ട് ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു പോർട്ടബിൾ ടെമ്പിൾ കൊണ്ടുവരികയാണ്. മറ്റേ ടെമ്പിൾ ഇപ്പോൾ ഓൾറെഡി ഏതായി? പൊല്യൂട്ടഡായി, അതായത് കറപ്റ്റഡായി. അപ്പം എന്തായി? പോർട്ടബിൾ ടെമ്പിൾ കൊണ്ടുവരികയാണ്. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായം 8-9 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹോളി ഓഫ് ഹോളീസിൽ ദൈവം വസിക്കാനായിട്ട് തീരുമാനം. മൊത്തം ടെമ്പിൾ കറക്റ്റായി. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടബർനാക്കിൾ, ഈ പറയുന്ന കൂടാരം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മോഡലിലാണ്. നമ്മൾ നേരത്തെയും വായിച്ചതാണ്, ഒന്നും കൂടി വായിക്കാം. പുറപ്പാട് 26:30, ഹെബ്രായ 8:5. ഹെബ്രായ 8:5. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു: പർവ്വതത്തിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു അനുസരിച്ച് എല്ലാം ചെയ്യുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഈ പറയുന്ന സ്ഥലത്തിന് ദൈവമായിട്ട് വളരെയധികം ബന്ധം, ക്ലോസ് റിലേഷൻഷിപ്പാണ്. 1 രാജാക്കന്മാർ 8:10-13 വരെയും 1 രാജാക്കന്മാർ 8:22-61 വരെ. അതിൽ ഒന്നാമത്തെ മാത്രം വായിക്കാം. 1 രാജാക്കന്മാർ 8:10-13 വരെ. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു.
മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു, എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരു ആലയം ഞാൻ നിർമ്മിച്ചു. സോളമന്റെ സമയത്ത് ഇത് ഫസ്റ്റ് ഉണ്ടാക്കി. ഇനി ഇത് നശിപ്പിക്കപ്പെടുകയാണ്. ഏത്? ബാബിലോൺ പ്രവാസകാലത്ത് നശിപ്പിക്കപ്പെടുകയാണ്. ദൈവം പണിതതാണ് നശിപ്പിക്കപ്പെടുന്നെങ്കിൽ ദൈവം അതിലും മനോഹരമായതാണ് ചരിത്രത്തിൽ എന്നും വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, അതാണ് നിറവേറ്റിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും നോക്കി, ഏത് സാധനം വേണമെങ്കിലും നോക്കിക്കോ, ദൈവമാണ് അത് അറിയാനുള്ള അടയാളമാണ്. ദൈവമാണ് ഇത് നിർമ്മിച്ചെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടാൽ അതിലും മനോഹരമായതേ ഉണ്ടായിട്ടുള്ളൂ. നോക്കിക്കോ, എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ഒരു ദൈവിക മനുഷ്യനെ നശിപ്പിച്ച് നോക്കിക്കോ. ഒരെണ്ണത്തിനെ നശിപ്പിച്ച അന്ന് തന്നെ ദൈവം 10 എണ്ണത്തിനെ 10 രാജ്യത്ത് ജനിപ്പിക്കും. ദൈവത്തിൻ്റെ ഒരു വാശിയാണോ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതാണ് ചരിത്രം. ഇനി എന്താ പറയുക? ഗോഡ് പ്രോമിസ്ഡ് എ ന്യൂ ആൻഡ് മോർ ഗ്ലോറിയസ് ടെമ്പിൾ വേർ ഹി വുഡ് ലിവ് വിത്ത് ഹിസ് പീപ്പിൾ ഫോർ എവർ. ഇതാണ് പറഞ്ഞത്, ഫോർ എവർ, എന്നേക്കുമായി ജീവിക്കുന്നത്. അതിന് ഇനിയും സമയം എടുക്കും. അതാണ് നമ്മൾ അവസാനം എത്തുന്നുള്ളൂ അവിടേക്ക്. അപ്പോൾ അതാണ് അന്ന് നശിപ്പിക്കപ്പെട്ടത്. അത് ദൈവത്തിൻ്റെ പ്ലാനിൽ വന്നതാണ്. പിന്നെ വീണ്ടും ഇവർ ഈ സംഭവം പണിയുന്നുണ്ട്. 520 BC 511 BC പണിയുന്നുണ്ട്. അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായത് അതിലൊന്നുമല്ല, അത് വചനം മാംസമായി. ജോൺ 1:14. അപ്പോൾ ഒന്നുകൂടിയും പഴയ നിയമമൊക്കെ വിട്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ എന്തായി? ഈ വചനം മാംസം, അതായത് ഈശോ തന്നെ എന്തായി മാറുന്നു? ദൈവ ആലയമായിട്ട് മാറുന്നു. യോഹന്നാൻ 2:19-21. മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുക്കും, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുന്നു. 10:38. എന്നാൽ ഞാൻ അവ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലയം ഇല്ലാതെ അവരാണ് പിടിച്ച് കൊന്നു. എന്നാ പിന്നെ ഉത്ഥാനം ചെയ്തേക്കാം. അതാണ് ദൈവ പദ്ധതിയിൽ വന്ന ഒരു കാര്യം നശിപ്പിക്കാൻ ആര് നോക്കിയാലും അത് ദൈവം അതിലും വലുത് പ്ലാൻ ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ്. ഉത്ഥാനം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ ഈ ദൈവ ആലയം എന്തായി മാറി? 3 തലത്തിലേക്ക് മാറി. അത് ഒന്ന് സാർവത്രിക സഭയായിട്ട് മാറി, പ്രാദേശിക സഭയായി മാറി, ഓരോ വ്യക്തിയും ദൈവ ആലയമായി മാറി. കണ്ട വളർച്ച കണ്ടില്ലേ? എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ അതിലും പവർഫുൾ ആയിട്ടാണ് ദൈവം പ്ലാൻ ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സൽ ചർച്ച്, അതിന് നമുക്ക് എഫേഷ്യൻസ് 2:19-22 വായിക്കാം. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയും, കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല. 1 പത്രോസ് 2:5. 1 പത്രോസ് 2. സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി ഉയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യും. അപ്പോൾ യൂണിവേഴ്സൽ ചർച്ച്. ഇനി ലോക്കൽ ചർച്ച് 1 Corinthians 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ല. പിന്നെ ബോഡി ഓഫ് എവരി ക്രിസ്ത്യൻ 1 Corinthians 6:19. അങ്ങനെ ദൈവത്തിന്റെ ആലയം അവിടെ വരെ എത്തി. അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെയാണ് എല്ലാം നശിപ്പിക്കാൻ ഇപ്പോൾ പിശാചും അതിൻ്റെ ആൾക്കാരും നടക്കുന്നത്. അപ്പോൾ ദൈവം എന്താ ചെയ്യുക? വരാൻ പോകുന്ന അധ്യായത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുക?
ഹെവൻലി ജെറുസലം ഭൂമിയിലായിരിക്കും. പിന്നെ ഹെവൻലി ജെറുസലം ഉണ്ടല്ലോ, അത് ഡിസെൻഡ് ടു എർത്ത്. അത് അവിടുന്ന് ഇത്രയും നാളും അവിടെയായിരുന്നു, പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ജനത്തിൻ്റെ കൂടെ എന്നും വസിക്കുന്നു. നമുക്ക് വചനം നോക്കാം. വെളിപാട് 21:2-3, 22:3-4. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം കർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതിനും ഇതേപോലെ കുറച്ച് ഇപ്പം നമ്മളിപ്പോൾ വായിച്ച ഭാഗമല്ലേ, വായിച്ച് തുടങ്ങിയില്ലേ, അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് നോക്കാം. വെളിപാട് 21:16. നഗരം സമചതുരമായി തന്നെ വീതി. അവർ ആ കണ്ടുകൊണ്ട് നഗരം അളന്നു. നമ്മൾ 11 അളന്നു നോക്കിയില്ലേ? അത് അളക്കണതിന്റെ കാരണം പിന്നെ പറയാം. 12,000 സ്ഥാദിയോൻ. അതിന്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിന്റെ മതിലും അളന്നു. മനുഷ്യന്റെ തോതനുസരിച്ച് 144 മുഴം. അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും തുല്യം നിർമ്മലവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി സ്ഫടിക തുല്യമായ തനിത്തങ്കമായിരുന്നു. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. ഇതൊക്കെ ചെയ്തു, എന്നിട്ട് എന്ത് പറഞ്ഞു? നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും ഞാടുമാണ് അതിലെ ദേവാലയം. അതോടുകൂടി മനുഷ്യന് ഉള്ള ദൈവവുമായിട്ടുള്ള ആക്സസ് ആണല്ലോ ഇതിന്. ദൈവത്തിനോട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മുഴുവൻ പണിതുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ സംഭവം ആണ് റിവേഴ്സ് ആവണമെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഉൽപ്പത്തി 1:2 സംഭവം കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ പോർട്ടബിൾ ടെമ്പിളും പിന്നെ ഈശോ വന്നതും പിന്നെ നമ്മളൊക്കെ ഇതൊക്കെ ആയത്. അത് കഴിഞ്ഞ് വീണ്ടും പഴയ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്, ന്യൂ ജെറുസലം വരികയാണ്. അവിടെ എന്തായി? ആക്സസ് ഓഫ് ഗോഡ്സ് പീപ്പിൾ കംപ്ലീറ്റ്, അൺറെസ്ട്രിക്റ്റഡ്, അൺമീഡിയേറ്റഡ്. വേറെ ഒന്നും ആവശ്യമില്ല, ഫുൾ അവിടെയാണ്. അപ്പൊ ഇതാണ് ഏശയ്യ 2:2 മിക്ക 4:1 പ്രവചനം. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കും, ജനതകളും അതിലേക്ക് ഒഴുകും. മിക്ക 4:1-2 ഈ പ്രവചനമാണ് പൂർത്തിയാവാൻ പോകുന്നത്. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേം. അപ്പൊ നമുക്ക് ബൈബിളിലെ ദൈവ ആലയത്തിന്റെ റൂട്ട് മാപ്പ് ക്ലിയർ ആണ്. ഇത് വെച്ചാണ് നമ്മൾ ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും കാണേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം എന്താണ്? അളക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു സംരക്ഷണത്തിന്റെ അടയാളമാണ്. എന്തുകൊണ്ടാണ് പുറമെയുള്ള ഭാഗം അളക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കണം? പണി കഴിയാത്ത വല്ലവരും പോയിട്ട് അളക്കുമോ? എന്ത് പണിയാണ് കഴിയാത്തത്? ആർക്കുള്ള സ്ഥലമാണ് കഴിയാത്തത്? ആർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്ഥലമാണ് കഴിയാത്തത്? പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനിയും ആൾക്കാർ വരാനുണ്ട്. ബാക്കി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ഇത് അവര് 1,44,000 ഒക്കെ അളന്നു വെച്ചിട്ടുണ്ട്. ഇനി കുറെ പേരെ കാത്തിരിക്കുന്നുണ്ട്. ഈ വിജാതിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ജാതികളെന്നല്ല, ദൈവത്തെ സ്വീകരിക്കാത്തവരെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ
ഒന്നുകൂടി ആ ഭാഗം ഒന്ന് വായിച്ചാൽ അവരിങ്ങനെ ചവിട്ടി നടക്കുന്ന എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണേ. ദേവാലയത്തിന്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മെതിക്കും. അവരാണ് ചവിട്ടി മെതിക്കുന്നത്. ദൈവാലയം ആയിട്ടില്ലല്ലോ, എല്ലാവരും വരുന്ന സ്ഥലം ആയിട്ടില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമായിട്ടുള്ളൂ, പുറത്ത് പണി തീർന്നിട്ടില്ല. അപ്പൊ ഇവര് ഇതിലിങ്ങനെ ചവിട്ടി മെതിക്കുന്ന ടൈമാണ്. ദാനിയേൽ 8:10, 8:13. അത് ആകാശ സൈന്യത്തോളം വളർന്ന് വലുതായി നക്ഷത്ര വ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹന ബലിയെയും നാശം വിതയ്ക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നത് കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത്. ഈ സമയത്താണ് ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അപ്പൊ ആന്റി ക്രൈസ്റ്റിന്റെ പണിയാണ് ഈ ചവിട്ടി മെതിക്കുക എന്നുള്ളത്. അപ്പൊ ആ ചവിട്ടി മെതിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന സമയം എന്ന് പറയുന്നത് അധികമല്ല, അതുകൊണ്ടാണ് ആ ടൈം കൊടുത്തേക്കുന്നത്. അതായത് അത് സൂചിപ്പിക്കുന്നത് അത് കുറച്ച് സമയമാണ്. ദൈവം എപ്പോഴും അളക്കുന്നത് നിത്യസമയത്തിൽ വെച്ചിട്ടാണ്, നമ്മൾ പരിമിത സമയത്ത് വെച്ചിട്ടാണ് അളക്കുന്നത്. കാരണം നമുക്ക് സുപരിചിതമായിട്ടുള്ളത് പരിമിതമായ സമയമാണ്. ദൈവത്തിന് ആദ്യമില്ല അന്ത്യമില്ല, മാലാഖമാർക്ക് ആദ്യമുണ്ട് അന്ത്യമില്ല, നമുക്ക് ആദ്യം ഉണ്ട്, നിത്യതയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പം അന്ത്യമുണ്ട്. അപ്പം നമ്മളെപ്പോഴും സമയബന്ധിതമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ നാച്ചുറൽ ലെവലിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് ഗ്രോ ചെയ്യുമ്പോഴാണ് നിത്യതയിൽ അളക്കാൻ നോക്കുന്നത്. നിത്യതയിൽ നോക്കുമ്പോൾ സമയം ഏതാണ്? 2 പത്രോസ് 3:8. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അതൊരിക്കലും വിസ്മരിക്കരുത്. എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട ഒരു സമയമുണ്ട്. ഇത് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്ന്. എത്ര വലിയ കാര്യം വന്നാലും നമ്മൾ ഉള്ളിൽ പറയേണ്ടതാണ് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ മരണം വരയ്ക്കേ ഉള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മരണം വരെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മരണം വരെയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ലോകത്ത് എന്നോട് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിൽ പറയാ, പുറത്ത് പറയാ, ഇതൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കണത് നിത്യതയാണെന്നുള്ളത്. ഇവിടെ മെഷർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വെറും ദണ്ടാണോ? എന്നാൽ ഇതന്നെ വീണ്ടും അളക്കും അവിടെ നിങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ. അതെന്തുകൊണ്ടാണ്? സ്വർണത്തിന്റെ ദണ്ടുകൊണ്ടാണ്. വെളിപാട് 21, 15, 16. അളക്കാൻ. ഇനി നമുക്ക് ദൈവത്തിന്റെ ആലയം ഒരു സംരക്ഷണം, ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനി വരുന്ന 2 സാക്ഷികളെ കുറിച്ചാണ്. അതാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും. ഇനി നമ്മുടെ കുർബാന നോക്കാം. നമ്മൾ കുർബാനയുടെ എവിടെ എത്തിയെന്ന് അറിയപ്പോ പ്രസംഗം വരെ എത്തിയിട്ടുള്ളൂ. അതായത് കുർബാനയുടെ ക്രമം അനുസരിച്ച് ആദ്യം കുറെ ഈശോയെ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വന്നു, അവിടെ ലേഖനങ്ങളൊക്കെ വായിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ പ്രസംഗം വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇനി അത് വായിക്കാം നമുക്ക്. 11 11 3 തൊട്ട് 6 വരെ. ചാക്കൊടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുത്തു. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, ഈ 2 സാക്ഷികളെ കുറിച്ച്. ഒന്നാമത്തെ അഭിപ്രായം, എല്ലാ പ്രവാചകരും ആദ്യത്തെ സാക്ഷികളെന്നും രണ്ടാമത്തെ സാക്ഷി യോഹന്നാൻ എന്നും. രണ്ടാമത്തെ ഒപ്പീനിയൻ പറയുന്നത് സെന്റ് പീറ്റർ ഫസ്റ്റും സെക്കൻഡ് സെന്റ് പോളാണെന്ന്. മൂന്നാമത്തെ ഒപ്പീനിയനാണ് കാത്തലിക് പൊസിഷനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഏനോക്കും ഏലിയായുമാണ്. അതിനെക്കുറിച്ച് സെന്റ് അഗസ്റ്റിൻ പറയുന്ന കാര്യം, അത് നടന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ശരിയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. പുള്ളി പറയുന്ന കാര്യമാണ്, അവർ മരിച്ചില്ല, ശരിയാണല്ലോ, അപ്പോൾ അവർ തിരിച്ചു വരും, എന്നിട്ട് അന്തിക്രിസ്തുവായിട്ട് അടിയുണ്ടാക്കും, എന്നിട്ട് അവർ മരിക്കും. ഇത് നടന്നെങ്കിൽ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത് ശരിയാണ്. ഇത് ഒരു അഭിപ്രായമാണ്. ഇതിനെക്കുറിച്ച് സെന്റ് തോമസ് അക്വിനാസിനും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഈ പറഞ്ഞ ആശയത്തോട്. ഇവർ 2 പേരാന്നുള്ളത്.
അംഗീകരിച്ചിട്ടുള്ള ഒപ്പീനിയൻ ഏതാണ്? ഇതാണ്. പിന്നെ ചരിത്രത്തിൽ എപ്പോഴും സാക്ഷ്യം നൽകാൻ വരുന്നവർ ഇങ്ങനെ ഒരു നേച്ചർ കാണാറുണ്ട്. ഇത് 2x2 ആയിട്ട് വരുന്നത് കാണാറുണ്ട്. കാരണം ഈ 2x2 വരാൻ കാരണം എന്താണ്? ഈശോ ദൗത്യങ്ങൾക്ക് പോകുമ്പോൾ രണ്ടുപേരായിട്ട് പോകാൻ അങ്ങനെ വരുന്നതിൻ്റെ അതുണ്ട്. അത് ഓരോ സമയത്ത് ഓരോ ചെറിയ ചെറിയ സ്ഥലത്തേക്ക്. ഇത് ഫുൾ സ്കോപ്പിലാണ് ഈ കാര്യം പറയാൻ. നമ്മൾ ഇന്നലെ ഷെയറിങ് അവസാനിപ്പിച്ചത് എവിടെ വെച്ചാണ്? സെൻറ്റ് ജോൺ പോൾ II പറഞ്ഞാണ് ചർച്ച്, ആൻറ്റി ചർച്ച്, ഗോസ്പിൾ, ആൻറ്റി ഗോസ്പിൾ. ആ ആംഗിളിൽ കൂടെയാണ് നമ്മളൊന്ന് കുറച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നത്. അവസാനം ആരാണ് ആൻറ്റി ക്രിസ്റ്റിനോട് യുദ്ധം ചെയ്യാന്നുള്ളത് അറിയില്ല. പക്ഷേ ചർച്ച് ആസ് എ ബോഡി ഫൈറ്റ് ചെയ്യുന്നു നല്ല ഉറപ്പുണ്ട്. അതാണ് നമുക്ക് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ അതിൻ്റെ ഫുൾനെസ്സാണ് അവസാനം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഇനി നമ്മൾ പറഞ്ഞ ദൈവാലയത്തിൻ്റെ ഇത് എടുക്കുക. ഇപ്പോൾ ഫൈനലായിട്ട് നിൽക്കുന്ന ആരായിട്ടാണ്? ബോഡി ആയിട്ട് നിൽക്കുന്ന ആരാ? ചേർച്ചായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചേർച്ചായിരിക്കും ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ട്. കാരണം വേറെ ആർക്കും ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ട്, ഇത് ഒരു അനുമാനം കേട്ടോ, വേറെ ആർക്കും നമുക്ക് കുറേ കൂടി കൺവിൻസിങ് ആയിട്ട് തോന്നും. മറ്റൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇത് നമ്മൾ പലതും പറഞ്ഞത് നേരത്തെ കണക്ട് ചെയ്യണം. സെന്റ് വിൻസെന്റ് ഫെറർ എന്താ പറഞ്ഞ്? സ്ഥൈര്യലേപനം സ്വീകരിച്ച് ഉജ്ജ്വലിക്കുന്നവർക്കാണ് ഇവനെ നേരിടാൻ പറ്റുള്ളൂ. എന്നാൽ അതിൽ ടോപ്പിൽ കത്തി നിൽക്കുന്നവനല്ലേ ഒന്ന് ഊതി അവനെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് അവൻ്റെ അരൂപികളെ. അപ്പോൾ അത് ചില 11:3 ഒന്ന് വായിക്കാം. I will commission my 2 witness to prophecy. അപ്പോൾ ഇവിടെ സ്പീക്കർ എന്ന് പറയുന്നത് ജീസസ് തന്നെയാണ്. ആ ലാംപ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുന്നില്ലേ? 2 ലാംപ് സ്റ്റാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് സക്കറിയ 4:14 തൊട്ട് വായിക്കാം. അവൻ പറഞ്ഞു, ഭൂമി മുഴുവന്റെയും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ്. 2 അഭിഷിക്തരാണ്. അതന്ന് ആ സക്രിയയുടെ സമയത്ത് അത് ആരായിരുന്നു? അത് 2 പേര്, സെറുബബേലും ഗവർണറും ദാവീദിന്റെ വംശജനും പിന്നെ പിന്നെ രണ്ടാമത്തത് ജോഷുവ ഹൈ പ്രീസ്റ്റ്. ഇവർ 2 പേരായിരുന്നു അന്ന്. ഇനി അവര് സക്സീഡ് ആയത് 4:6, സക്രിയ 4:6 ആയി. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളിച്ചെയ്യുന്നു, എന്റെ ബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്തിലാണ് അതിജീവിക്കുന്നത്? ആത്മാവിനാലാണ്. നമ്മൾ പറഞ്ഞു യേശു മരിച്ചു, ഉത്ഥാനം ചെയ്തു, പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ ഇപ്പോൾ യൂണിവേഴ്സൽ ചർച്ച് ഇങ്ങനെ വന്നു. അതിൽ കൂദാശയുണ്ട്. കൂദാശയിൽ ഉജ്ജ്വലിച്ച് നിൽക്കുന്നവരാണ് സക്സീഡ് ചെയ്യാൻ പോണത്. എന്തിനാണ് 2 ലാംപ് സ്റ്റാൻഡ്? സക്രിയയിൽ ഒരെണ്ണം കണ്ടുള്ളൂ, ഇവിടെ 2 ലാംപ് സ്റ്റാൻഡ് ഉണ്ട്. ഇത് പറയുന്നത് ചർച്ച് ഫാദേഴ്സ് പറയുന്നത് വിറ്റ്നസ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഒരഭിപ്രായം. നമ്മൾ വരുന്ന ഒരു പൗലോസ്ലിയുടെ മിഷനായിട്ട് വേറെ ഒരു ഇതുണ്ട്. ഏതായിരിക്കും അത്? യഹൂദരും വിജാതീയരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരിതിലേക്കാണ് വരുന്നത്. പിന്നെ 2 സാക്ഷ്യത്തിൻ്റെ നിലയിൽ 2 പേരുടെ സാക്ഷ്യമാണ് സ്വീകാര്യമായെന്നുണ്ട്. ഇവർ പറഞ്ഞ് സാക്ഷ്യം നൽകി പോവും. പക്ഷെ ഉത്തരവാദിത്തം തിരഞ്ഞെടുത്തിട്ട് ഇവർ വരുന്നതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് ഇവർ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും. അപ്പോൾ അപ്പോഴാണ് ഇവർ പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നത്. ഇവരുടെ കണ്ടന്റ് എന്താണ് പറയുന്നത്? ഇവർ പറയുന്നത് ഗോസ്പിളാണ്. ഇനി നമുക്ക് 5 തൊട്ട് 6 വരെ വായിക്കാം. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം.
തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. ഇവര് വളരെ പവർഫുൾ വിറ്റ്നസ് ആണ്. അതെന്നും സഭയിലുണ്ടായിട്ടുണ്ട്. സഭ എന്ന് ഡൗൺ ആയിട്ടുണ്ടോ അന്നൊക്കെ അസീസീനെയും വിട്ടിട്ടുണ്ട്, ഇഗ്നേഷ്യസ് ലയോളേനെയും വിട്ടിട്ടുണ്ട്, അമ്മ ത്രേസ്യേനെയും വിട്ടിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അവര് അതിശക്തരാണ്. കാരണം ഇതിനൊക്കെ പഴയ ഒരു ഇതുണ്ട്. മോശ മുതൽ ഈ പവർ വന്നിട്ടുള്ളതാണ്. ഏത്? മോശ ഫറോവിനെതിരെ, അതുപോലെ ഏലിയ ആഹാബിനെതിരെ. അതൊക്കെയാണ് ഈ പറയുന്ന മഹാമാരി, അതുപോലെ മഴ. ഇതെല്ലാം കാണിക്കുന്നത് ഇവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവിക അധികാരത്തിൽ നിന്നാണ്. ഇനി സഭയിലേക്ക് നോക്കാം. ഇന്ന് ഉള്ള ഏതൊരു സമൂഹത്തിനാണ് സഭയുടെ അത്ര മോറൽ അതോറിറ്റി ഉള്ളത്? സഭ മുഴുവൻ വചനമാണ്. വചനം ഉള്ളിടത്ത് ഭീതി ഉണ്ടാവും. നിയമാവർത്തനം 28:10 നിന്നെ ഭയപ്പെടും. എന്തിനാണ് സഭയെ ഭയപ്പെടുന്ന പറഞ്ഞാൽ അവര് വഹിക്കുന്നത് ആരെയാണ്? കർത്താവിനെയാണ് വഹിക്കുന്നത്. വചനത്തെ വഹിക്കുന്നത് പറഞ്ഞാൽ അവര് ആരെ വഹിക്കുന്നത്? യേശുവിനെ വഹിക്കുന്നത്. അപ്പൊ യേശു ആരാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ പിശാചിനറിയാം. യാക്കോബ് 2:19 അവൻ വിറയ്ക്കണൂന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സഭയെ കാണുമ്പോൾ ഇത്രയധികം വിഷമം. അപ്പൊ നമ്മൾ സഭയെ കണ്ടിട്ട് അവർക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അവര് കർത്താവിനെങ്കിലും കണ്ടുല്ലോ, ഇങ്ങനെയെങ്കിലും. അവരെ എതിർക്കുമ്പോഴേ അവർ കർത്താവിനെ കണ്ടിട്ടാണല്ലോ എതിർത്തതെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. അല്ലാണ്ട് അയ്യോ ഞങ്ങൾ എതിർത്തു എന്നല്ല പറഞ്ഞ് കണ്ണീര് ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായി എതിർത്തു, അവര് കണ്ടു. ഇനി അതിന്റെ വേറെ വശങ്ങൾ ഡീൽ ചെയ്യണം. പക്ഷെ ഹോപ്പ്ലെസ്നെസ് ഇതാണ് ക്രിയേറ്റ് ചെയ്യണം. ആ ഹോപ്പ്ലെസ്നെസ് അല്ല. ഇനി ജ്ഞാനം 5:2 അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും, അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. ഇനി നമ്മള് അങ്ങനെ സാക്ഷ്യ ജീവിതം അങ്ങോട്ട് നയിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുകയെന്ന് നോക്കാം. ജ്ഞാനം 2:12 മുതൽ വായിക്കാം. നമ്മളാണ് കുറച്ചും കൂടി വചനം നിറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെങ്ങനെ കാണണേന്ന് അവിടെ പറഞ്ഞു തന്നിട്ട്. നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം, അവൻ നമുക്ക് ശല്യമാണ്. അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. ഇന്ന് ശാസിക്കാൻ അധികാരമുള്ളത് സഭയ്ക്കുള്ളൂ. അതായത് അബോർഷനെ കുറിച്ചാണെങ്കിലും ഏതെങ്കിലും അത്തരം വിഷയങ്ങളെ കുറിച്ച് ധാർമ്മികമായിട്ട് സ്വരം ഉയർത്തി പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? സഭയ്ക്കുള്ളൂ. അടുത്ത് തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. രണ്ട് അരൂപികളും ഒരിക്കലും ചേർന്ന് പോവില്ല. അപ്പൊ മാറി നിൽക്കും. അത് മാറി നിൽക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ പാപം കൊണ്ടും ബന്ധനം കൊണ്ടാണോ കൃപ കൊണ്ടാണോ നമ്മൾ തിരിച്ചറിയണം. അല്ലാണ്ട് പാപം കൊണ്ടും ബന്ധനം കൊണ്ടും മറ്റുള്ളവർ മാറ്റിന്ന് വരും. നമുക്ക് ബന്ധനം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരും നിൽക്കില്ല. കൃപയുണ്ടെങ്കിലും നമ്മുടെ കൂടെ ആരും നിൽക്കില്ല. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് ഈ സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ച് നമുക്ക് ഇതുണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്രൊട്ടക്ഷൻ. നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണ്. അതായത് ദൈവം ഇവരെ ശക്തമായിട്ട് അടയാളങ്ങൾ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്ത ആൾക്കാർ സമയം കഴിയുമ്പോൾ എന്താണ്? മരിച്ചു പോകും. അത് 7 മുതൽ 12 വരെ ആയി. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിതനായത്. ഈശോ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ പോയി. യോഹന്നാൻ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ പോയി. ഇങ്ങനെ ഒരു എൻഡ് നിത്യതയിലല്ല, ഈ ലോകത്തിൽ അന്ത്യം ഉണ്ടായി. അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇവിടെയാണ് ആദ്യമായിട്ട് ബീസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ 2 പേരാണ് അന്തിക്രിസ്തുവിനെ നേരിടാന്ന് പറഞ്ഞു. അത് വേറൊരു വിധത്തിൽ സഭയെ ആണ് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ പോകുന്നു, ഉണ്ടാകുന്നു.
അപ്പോൾ ബീസ്റ്റ് ദാനിയേൽ 11:8 വായിക്കും. സോദോം എന്നും ഈജിപ്ത് എന്നും ശരീരാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവിടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും മിനിമം റെസ്പെക്റ്റ് ആണ് ബറിയൽ എന്നുള്ളത്. അതുപോലും നിഷേധിച്ച് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അത്ഭുതം ചെയ്തതല്ലേ, ഇത് കിടക്കണ കണ്ടില്ലേ, അതിങ്ങനെ ഒരു തരം ചിഹ്നമായിട്ട്, അപഹസിക്കാനുള്ള ചിഹ്നമായിട്ടാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് എന്താ ഉണ്ടാവുന്നത്? ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെ കുറിച്ച് സന്തോഷിക്കും. പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരെ പ്രവേശിച്ചു. അതാണ് ഇവരും ഒരിക്കലും മനസ്സിലാക്കാത്ത ദൈവത്തിന്റെ ട്വിസ്റ്റ്. നമ്മൾ പണ്ട് പറഞ്ഞല്ലോ, നശിപ്പിക്കുന്നതൊക്കെ ദൈവം വീണ്ടും പവർഫുൾ ആയിട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് നിന്നു. ഇതാണ് നമ്മൾ എസെക്കിയേലിൽ കാണുന്നത്. എസെക്കിയേൽ 37:10. ഇതല്ലേ സഭയിൽ എന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ദൈവം എങ്ങനെയായാലും പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതിനെല്ലാം, അതിൻ്റെ ഇടയ്ക്ക് ദൈവം അനുവദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാക്ഷ്യം വഹിക്കുന്നവരെ, അതായത് രക്തസാക്ഷികളെയും കൊണ്ടുവരും. സഭ പണിതീർക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് 13 തൊട്ട് 15 വരെ വായിക്കാം. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിന്റെ 10-1 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് 9:20-21 നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? 9:20-21 എന്താണ്? 1/3 നശിച്ചിട്ടും അവര് അനുദപിച്ചില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായേ? ഇവര് ഉയർത്തെഴുന്നേറ്റപ്പോ, അതായത് മരിച്ചവരെ കണ്ടിട്ട് ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന്. മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർക്കുമ്പോ ഇത് കാരണം ഇവര് കളിയാക്കി പരുവാക്കി ഇരിക്കുമ്പോഴാണ് ടീമുകൾ എന്നിട്ട് പോരുന്നത്. ഇതാണ് ഇവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ പ്രവൃത്തി. ജോഷുവ 7:19 എന്ന് വായിച്ചു നോക്കിയാൽ. എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. അതായത് പഴയ നിയമത്തിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതിന് ഒരു റിപ്പൻറ്റൻസ് എന്നുള്ളതിൻ്റെ കൂടി മീനിങ് ഉണ്ട്. 1 സാമുവേൽ 6:5. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കുകളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കും. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം ഏശയ്യാ 42:12. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ, തീരദേശങ്ങൾ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ. അപ്പൊ ഇതെല്ലാം മഹത്വപ്പെടുത്തുന്നതനുസരിച്ച് ജെറമ്യാ 13:16. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകും. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. ഇനി ദൈവം ഇങ്ങനെ അവസാനത്തെ ചാൻസ് പോലെയാണ് ഇവരെ കൊടുത്തത്. ഇനി വരുന്ന കംപ്ലീറ്റ് ആയിട്ട് കളയണം. അതിന് മുമ്പ് ഒരു ചാൻസ് കൊടുത്തതാണ്. അപ്പോൾ അതിൽ കുറേ പേരും കൂടിയും രക്ഷപ്പെട്ട്. അപ്പോൾ റെവലേഷൻ നമുക്ക് സഭയുടെ 2 തരം ദൗത്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, ഇതിനകത്ത് നമുക്ക് വേർഷിപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. ഫസ്റ്റ് ടു പ്രേ ആൻഡ് ദെൻ ടു പ്രൊഫസി. കാരണം ഈ വിറ്റ്നസ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ആക്ട്സ് 1:8 നമ്മൾ വായിക്കുന്നത്. അതാണ് ലൂക്ക 24:46-49 വരെയും വായിക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. വളരെ പവർഫുള്ളായിട്ടും ബോൾഡായിട്ട് തന്നെ നിൽക്കണം. നമ്മൾക്കുള്ള ആശയങ്ങൾ വെറും ഹ്യൂമൻ ഐഡിയാസ് അല്ല, പക്ഷെ ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പവർഫുള്ളായിട്ട് തന്നെ അത്
പ്രസൻറ്റും ചെയ്യണം. ആക്ട്സ് 4:29-31, 1 Corinthians 2:4-5 രണ്ടും വായിക്കാം. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ അവരെ അനുഗ്രഹിക്കും. ധൈര്യത്തോടും അടയാളത്തോടും കൂടി പ്രസംഗിക്കണം. 1 Corinthians 2:4-5. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, ഇത് ആത്മാവിന്റെയും ശക്തിയുടെയും വെളിച്ചത്തിലായിരുന്നു. ശുശ്രൂഷ ഇനി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നവർ ചെയ്താലാണ് സഭ നിലനിൽക്കുള്ളൂ. ഗലാത്യ 5:20 ഫലം പുറപ്പെടുവിക്കുന്നവർ വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആത്മാക്കള് അപ്പോഴാണ് പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായി അസ്തമിക്കുന്നത്. ബാക്കിയത് 1 Corinthians 13:10. മൂന്നാമത്തത്, അത് ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? വേർഷിപ്പ്, വിറ്റ്നസ്. അതാണ് അടിസ്ഥാനം. ഈ വിറ്റ്നസ് ചെയ്യേണ്ടത് ബോൾഡായിട്ടാണ്. ബോൾഡായിട്ട് ചെയ്യുമ്പോൾ എതിർപ്പുണ്ടാകും എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാണ്, അതുകൊണ്ട് ആരും എന്നെ എതിർക്കില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് സ്വീകരിക്കും എന്ന് വിചാരിക്കണം. കാരണം അതും ഒരു ഓർഡറിൽ വരുന്നതാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റിനുണ്ടായി. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാനം 2:12 പോലെ തന്നെ യോഹന്നാൻ 3:20 പറയുന്നുണ്ട്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കാൻ അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. 2 തിമോത്തി 3:12. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദൈവം ഇടപെടും, വലിയ ഒരു വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ശുശ്രൂഷ എപ്പോഴും ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ പോയി കൊയ്തെന്ന് വരില്ല. ഈ ചെയ്യുന്നതിന് വലിയൊരു എന്തുണ്ട്? കൊയ്ത്തുണ്ട്. ഞാൻ കൊയ്യണമെന്നില്ല. ചിലപ്പോൾ ആ വിതച്ചതിനും വളർത്തിയതിനും കുറെ കേട്ടിട്ടും ഉണ്ടാവാം. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ശ്രദ്ധ. എനിക്ക് ഉറപ്പാണ് എന്ത്? എൻ്റെ കർത്താവ് ഇത് ഫലം പുറപ്പെടുവിച്ചിരിക്കും. ഏതാണ്? ഏശയ്യ 55:11. ദൈവികമായിട്ടുള്ളത് ആര് നശിപ്പിച്ചാലും അത് നശിക്കില്ല. അത് അതാണ്. ഇനി നമുക്ക് 11:14-19 വരെ. രണ്ടാമത്തെ ദുരിതം കടന്നുപോയി, ഇതാ മൂന്നാമത്തെ ദുരിതം വേഗം വരുന്നു. ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അവന്റെ അധികാരം മുഴുവൻ ഓണർഷിപ്പ് ആരെടുത്തു? ഈശോ എടുത്തു. ഇതുവരെ അവൻ അതിന്റെ റൂളറാന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ റൂളറാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11. അവനാണ് ഈ ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അനൗൺസ്മെന്റ് നടത്തുകയാണ്, ഞാൻ ഓണർഷിപ്പ് എടുത്തിരിക്കുന്നു. ഓണർഷിപ്പ് എടുക്കുന്ന എന്തിനാണ്? അത് സ്വീകരിക്കാത്തവനൊക്കെ ഇനി വരാൻ പോണ കാര്യത്തിൽ എലിമിനേഷനും ഉണ്ട്. 11:14. ദൈവസന്നിധിയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കുവാനും തുടങ്ങിയല്ലോ. അല്ല, അപ്പൊ എന്താ വരാനിരിക്കുന്നവൻ എന്തെന്ന് പറയാതിരുന്നേ? അവന് പറഞ്ഞ് നമ്മൾ 4:8 എന്താ പറഞ്ഞ? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനും സർവശക്തനും. ഇവിടെ എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ട്
നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. തുടങ്ങിയല്ലോ, അതായത് തുടങ്ങിയല്ലോ. ഈ കാര്യമാണ്. ഇനി 17 വായിക്കും. ഗിവിങ് താങ്ക്സ് എന്നുള്ള വാക്ക് ഗ്രീക്കില് യുക്രിസ്തിയോ എന്നാണ് ഉപയോഗിച്ചത്, അതായത് കുർബാന. അപ്പൊ അതാണ് എല്ലാം കുർബാനയിലേക്കാണ് എത്തുന്നത്. നമുക്ക് 18 വായിക്കാം. ജനതകൾ രോഷാകുലരായി അങ്ങയുടെ ക്രോധം സമാഗതമായി. അവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള സമയവും സമാഗതമായി. ഇവിടെ റിവാർഡ്സ് തുടങ്ങി. ആർക്കൊക്കെയാണ്? ആദ്യം ആർക്കാ? പ്രവാചകന്മാർക്ക്, പിന്നെ രണ്ടാമത് ആർക്കാ? മൂന്നാമത് ആർക്കാ? അതാണ്. ആദ്യത്തെ രണ്ടൊക്കെ നമുക്ക് അറിയാം, പക്ഷെ അവസാനത്തെ അറിയുന്ന നല്ലതാണ്. ഏതെങ്കിലും കാരണവശാത്താൽ ഏറ്റവും അവസാനത്തേത് ഏതാ? കർത്താവിനെ ഭയപ്പെടുന്നവര്. മൂന്നാമത്തെ, അവർക്ക് ദൈവമായിട്ട് വിശ്വാസത്താലും മാമോദീസായാലും അവർക്ക് ദൈവായിക്യം അവരുടേതായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് മാമോദീസ വിശ്വാസത്തിൽ വരാൻ പറ്റാത്തവരെ ദൈവം, അതാണ് റോമ 2:6-7, റോമ 2:14-16, റോമ 2:6-7 വായിക്കാം. എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സൽക്കർമ്മം, നമ്മൾ ഈ പറഞ്ഞ സൽക്കർമ്മം പണ്ട് തൊട്ട് തുടങ്ങിയതാണ്. ഏത്? എഫേഷ്യൻസ് 2:10 പറഞ്ഞു. പിന്നെ വിശുദ്ധരുടെ സൽപ്രവർത്തികളെ കുറിച്ച് പറഞ്ഞു. അത് ദൈവഹിത പ്രകാരമായ പ്രവർത്തികൾ അനുസരിച്ചാണ് ഇവര് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരറിയാതെ തന്നെ ആർക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്? യേശുവിനെയാണ്. പിന്നെ നമ്മൾ 14-16 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് വായിക്കേണ്ട. പക്ഷെ ബാഡ് ന്യൂസ് ആർക്കാണുള്ളത്? ബാഡ് ന്യൂസ് ഫോർ ദോസ് ഹു പെർസിസ്റ്റ് ഇൻ ഡൂയിങ് സിൻസ് അറ്റ് ദാറ്റ് ടൈം ഹി വിൽ ഡിസ്ട്രോയ് ദോസ് ഹു ഡിസ്ട്രോയ് ദ എർത്ത്. 7th ട്രംഫിന് അകത്താണ് ഏതിരിക്കുന്നത്? വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഇനി നമുക്ക് 11-19 വായിക്കാം. അപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവരെന്താ കാണാൻ പോകുന്നത്? വാഗ്ദാന പേടാണ് കാണാൻ പോകുന്നത്. ഇത് കുറേ കാലമായിട്ട് ഡിസപ്പിയർ ചെയ്ത് കിടക്കുകയാണ്. ബാബിലോൺ സമയം മുതൽ കാണാതായി. 2 മക്കബായ 2:4-8 മുതൽ ഒരു പാരമ്പര്യമുണ്ട്. ആര്? ജെറമിയ അത് മൗണ്ട് നെബോല് ഒളിപ്പിച്ചു വെച്ചതാന്നുള്ളത് ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാരണം അന്ന് നമുക്കിത് വായിച്ചാൽ ഇത് ക്ലിയർ ആവും. 2 മക്കബായ 2:7-8 വായിക്കും. അപ്പൊ ഇത് കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് വചനം അറിയുന്നവരും ഈ വിഷൻ അറിയുന്നവരായതുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ മീനിങ് ക്ലിക്ക് ചെയ്യും. ജെറമിയ ഇതറിഞ്ഞ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. ഇത് അജ്ഞാത. ഇപ്പൊ കരുണ കാണിച്ചു. ഇങ്ങനെ സ്വർഗം തുറക്കപ്പെടുമ്പോൾ എന്താണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്? അവസാനമായി. അപ്പൊ അത് ആണ് അവിടെ കാണിക്കുന്നത്. ഈ ആർക്ക് എപ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവരൊരു പ്രാർത്ഥന നടത്താറുണ്ട്. അത് ഇതൊക്കെ വാർഫെയറും കൂടിയാണല്ലോ. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അവര് ഇപ്പൊ ഇത് തുറന്നു, ഇത് കണ്ടുല്ലോ. നമുക്ക് സംഖ്യ 10:35 വായിക്കാം. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ഇതിനെ കൺഫേം ചെയ്യാനാണ് ഈ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ള രീതിയിലാണ് അവിടെ എന്താണ് ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, അതിനെ തുടർന്ന് റംബിളിങ്ങും തണ്ടറും എല്ലാം വരുന്നത്. ഇത് എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പ്രകടമാക്കുന്നതാണ്. അങ്ങനെയാണ് ഈ അധ്യായം കഴിയുന്നത്.